ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ 5th ചാപ്റ്ററായ പ്രൊമോഷൻ എന്ന ടോപ്പിക്സുമായി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൊമോഷൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ് ആൻഡ് ഫൈനലി എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രൊമോഷൻ? പ്രൊമോഷൻ ഇൻ ദി മാർക്കറ്റിംഗ് മിക്സ് റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഫോമിംഗ്, പെർസ്യൂഡിംഗ് ആൻഡ് റിമെമ്പറിംഗ് എ ടാർഗറ്റ് ഓഡിയൻസ്. പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഇൻഫോം ചെയ്യുക, പെർസ്യൂഡ് ചെയ്യുക, റിമെമ്പർ ചെയ്യുക എന്ന സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സോട് കൂടിയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മാസൺ ആൻഡ് റത്ത്, പ്രൊമോഷൻ കൺസിസ്റ്റ് ഓഫ് ദോസ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു ബ്രിങ് എ കമ്പനീസ് ഗുഡ്സ് ഓർ സർവീസസ് ടു ദി ഫേവറബിൾ അറ്റൻഷൻസ് ഓഫ് കസ്റ്റമേഴ്സ്. ഇവിടെ മാസൺ ആൻഡ് റത്ത് എന്ന രണ്ട് വ്യക്തികളുടെയും അഭിപ്രായത്തിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഗുഡ്സുകളോ സർവീസുകളോ കസ്റ്റമേഴ്സുകളുടെ ഫേവറബിൾ അറ്റൻഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുകളെയാണ് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ. എന്തൊക്കെ പ്രാധാന്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് പ്രൊമോഷൻസിലൂടെ സാധ്യമാവുന്നത്? അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഇമ്പോർട്ടൻസ് ടു ബിസിനസ്. ബിസിനസ്സിൻ്റെ അണ്ടറിൽ പ്രൊമോഷൻ എത്രത്തോളം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ റോൾസ് എത്രത്തോളം ഉണ്ട് എന്നാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ഗുഡ് ഇമേജ് ഫോർ ദി കമ്പനി. കമ്പനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊമോഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകളെ. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർസ്. പ്രൊമോഷൻസിലൂടെ പ്രൊമോഷൻസിലൂടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് ഷെയർസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കമ്പനി. പ്രൊമോഷൻസിലൂടെ കമ്പനി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി അത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ബ്രാൻഡ് ലോയൽറ്റി. പ്രൊമോഷൻസിലൂടെ ബ്രാൻഡ് ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്, ബിസിനസ്സുകളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസ്സുകളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് ഇമ്പോർട്ടൻസ്. സാമ്പത്തികമായ പ്രാധാന്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പ്രൊമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസിൽ മെയിനായിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തത്, പ്രൊമോഷൻ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു തൗസൻഡ് ഓഫ് പീപ്പിൾസ്. പ്രൊമോഷൻസിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. 2, ഇറ്റ് ക്രിയേറ്റ് ബെനഫിഷ്യൽ എഫക്റ്റ് ഓൺ അതർ വേരിയസ് കാറ്റഗറീസ് ഓഫ് എക്സ്പെൻഡിച്ചർ. പ്രൊമോഷൻസ് മറ്റ് വിവിധ കാറ്റഗറൈസിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചറുകളിൽ പ്രയോജനകരമായിട്ടുള്ള റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ബ്രിങ്സ് ബോത്ത് ഇൻറ്റേർണൽ എക്കണോമിക്സ് ആൻഡ് എക്സ്റ്റേണൽ എക്കണോമിക്സ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എക്കണോമിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻറ്റേർണൽ എക്കണോമിക്സും എക്സ്റ്റേണൽ എക്കണോമിക്സും കൊണ്ടുവരുന്നു. നെക്സ്റ്റ്, ദിസ് റെഡ്യൂസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇത് ഒരു യൂണിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നു. നെക്സ്റ്റ്, പ്രൊമോഷൻ പ്ലേസ് ഫോർ മെനി ഓഫ് ദി എൻജോയബിൾ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സ് ഓഫ് കണ്ടംപററി ലൈഫ് അറ്റ് വെൽ ആസ് ലോവറിംഗ് പ്രോഡക്റ്റ് കോസ്റ്റ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടംപററി ലൈഫിൽ ഉണ്ടാകുന്ന നിരവധി എൻ്റർടൈൻമെൻറ്റ്സുകൾ, എഡ്യൂക്കേഷണൽ ആസ്പെക്ട്സുകൾ, അതുപോലെ തന്നെ പ്രോഡക്റ്റ് കോസ്റ്റുകൾ ഇവയൊക്കെ കുറയ്ക്കുന്നതിന് പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, സോഷ്യൽ ഇമ്പോർട്ടൻസ്. സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ ഹാസ് ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദി campaign to achieve socially oriented objectives such as stopping smoking and drinking, family planning, physical fitness, elimination of drug abuse and dowry system and so on. Social importance എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പിംഗ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഫാമിലി പ്ലാനിങ്,
ഫിസിക്കൽ ഫിറ്റ്നസ്, എലിമിനേഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡൗറി സിസ്റ്റം മുതലായവ പോലുള്ള സോഷ്യലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള ക്യാമ്പയിനുകളിൽ പ്രൊമോഷൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ടാണ് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ടു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ഓൾസോ റെക്കഗ്നൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ. The government and their agencies spend a lot of money on advertisement for promoting desired behavior and their programs. ഇവിടെ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസുകളും പ്രൊമോഷൻസിൻ്റെ പ്രാധാന്യം അഥവാ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഗവൺമെൻറ്റും അവരുടെ ഏജൻസികളും ആഗ്രഹിച്ച രീതിയിലുള്ള ബിഹേവിയേഴ്സിനും അവരുടെ പ്രോഗ്രാംസുകൾക്കും വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ്സിനായിട്ട് ധാരാളം എമൗണ്ട് ചെലവഴിക്കുന്നുണ്ട്. ആര്? നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസുകളാണ് നമ്മുടെ പ്രൊമോഷൻസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രൊമോഷൻ മിക്സ്. എന്താണ് പ്രൊമോഷൻ മിക്സ്? എ പ്രൊമോഷൻ മിക്സ് ഈസ് എ സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് അപ്രോച്ചസ് ദാറ്റ് മാർക്കറ്റേഴ്സ് ഡെവലപ്പ് ടു ഒപ്റ്റിമൈസ് പ്രൊമോഷണൽ എഫേർട്ട് ആൻഡ് റീച്ച് എ ബ്രോഡർ ഓഡിയൻസസ്. ദി മാർക്കറ്റേഴ്സ് ടാസ്ക് ഈസ് ടു ഫൈൻഡ് ദി റൈറ്റ് പ്രൊമോഷൻ മിക്സ് ഫോർ എ പെർട്ടിക്കുലർ ബ്രാൻഡ്. ഇവിടെ പ്രൊമോഷൻ മിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷണൽ എഫേർട്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും വിശാലമായ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനും മാർക്കറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് അപ്രോച്ചസുകളുടെ ഒരു കൂട്ടമാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ദി മാർക്കറ്റേഴ്സ് ടാസ്ക് ഈസ് ടു ഫൈൻഡ് ദി റൈറ്റ് പ്രൊമോഷൻ മിക്സ് ഫോർ എ പെർട്ടിക്കുലർ ബ്രാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ബ്രാൻഡിന് അനുയോജ്യമായ പ്രൊമോഷണൽ മിക്സ് അത് കണ്ടെത്തുക എന്നതാണ് മാർക്കറ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷണൽ മിക്സ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രൊമോഷണൽ എഫേർട്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും അത് വിശാലമായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ട് മാർക്കറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് അപ്രോച്ചസുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ഇവിടെ പെർട്ടിക്കുലർ ബ്രാൻഡിന് അനുയോജ്യമായിട്ടുള്ള പ്രൊമോഷണൽ മിക്സ് കണ്ടെത്തുക എന്നതാണ് ഒരു മാർക്കറ്ററുടെ ടാസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ് ഓർ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ് അല്ലെങ്കിൽ പ്രൊമോഷൻ മിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, nature of the product. Promotion mix will vary according to the nature of the product. Consumer goods require mass advertisement, but industrial goods require personal selling, advertising, displays, etc. Complex and technical products like computer need personal selling. Nature of the product എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷൻ മിക്സ് പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കൺസ്യൂമർ ഗുഡ്സുകൾക്ക് മാസ് അഡ്വർടൈസ്മെൻ്റ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സുകൾക്ക് പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ്ങും ഡിസ്പ്ലേസുകൾ എന്നീ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്. കമ്പ്യൂട്ടർ പോലുള്ള ടെക്നിക്കലായുള്ള പ്രോഡക്ട്സുകൾക്കും പേഴ്സണൽ സെല്ലിംഗ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, നാച്ചർ ഓഫ് ദി മാർക്കറ്റ്. ഫോർ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് അഡ്വർടൈസിംഗ് പ്ലേ ആൻ ഇൻഫോർമേറ്റീവ് റോൾ, but for consumer market it play as informative as well as persuasive role. The promotion strategy varies with the target groups depending on age, sex, education, income, religion, etc. Nature of the market എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസിങ് ചെയ്യൽ ഒരു ഇൻഫോർമേറ്റീവ് ആയുള്ള റോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺസ്യൂമർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫോർമേറ്റീവും പെർസീസീവുമായിട്ടുള്ള റോളായിട്ടാണ് പറയുന്നത്. ഇവിടെ ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ഇൻകം, റിലീജിയൻസ് മുതലായവയെ ആശ്രയിച്ച് പ്രൊമോഷണൽ സ്ട്രാറ്റജി ടാർഗറ്റ് ഗ്രൂപ്പുകളിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ നാച്ചർ ഓഫ് ദി മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ ദി പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. The marketing objectives and strategies are different at each stages of product in its life cycle. Product life cycle എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസുകളും മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സുകളും അതിൻ്റെ ലൈഫ് സൈക്കിളിലെ പ്രോഡക്റ്റിൻ്റെ ഓരോ സ്റ്റേജസിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിൽ ഡ്യൂറിങ് ദി ഇൻട്രൊഡക്ടറി സ്റ്റേജസ് ഇൻറ്റൻസീവ് അഡ്വർടൈസിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആർ റിക്വയർഡ് ഫോർ എഫക്റ്റിംഗ്
പ്രോഡക്റ്റ് അവെയർനെസ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിൽ പ്രോഡക്റ്റിൻ്റെ അവെയർനെസ് ഇൻക്രീസ് ചെയ്യുന്നതിന് തീവ്രമായിട്ടുള്ള അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ സെല്ലിങ്ങും ആവശ്യമാണ്. രണ്ടാമത്തെ സ്റ്റേജ് ഡ്യൂറിങ് ദി ഗ്രോത്ത് സ്റ്റേജസ് അഡ്വർടൈസിങ് ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ടു മാക്സിമൈസ് ദി മാർക്കറ്റ് ഷെയർസ്. ഗ്രോത്ത് സ്റ്റേജസിൽ അഡ്വർടൈസിങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഷെയർസിനെ പരമാവധി ആക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡ്യൂറിങ് മെച്യൂരിറ്റി സ്റ്റേജസ്. നെക്സ്റ്റ് സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജസ്. ഡ്യൂറിങ് മെച്യൂരിറ്റി സ്റ്റേജസ് പെർസ്യൂസീവ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ആർ ബെനഫിഷ്യൽ, ബട്ട് അറ്റ് ദി ഡിക്ലൈൻ സ്റ്റേജസ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ആർ റെഡ്യൂസ്ഡ് ടു മിനിമം. മെച്യൂരിറ്റി സ്റ്റേജസിൽ നമ്മൾ പ്രേരിപ്പിക്കുന്ന അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകളും പ്രയോജനകരമായിട്ടാണ് പറയുന്നത്. നേരെ മറിച്ച് ഡിക്ലൈൻ സ്റ്റേജസിൽ അഡ്വർടൈസിങ്ങും സെയിൽസ് പ്രൊമോഷൻസും വളരെയധികം മിനിമൈസ് ചെയ്യുന്നുണ്ട്, അഥവാ ചുരുക്ക രൂപത്തിലാക്കി കൊണ്ടുവരുന്നുണ്ട് എന്നും നമുക്ക് പറയാം. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് ആ 4 സ്റ്റേജസുകളിലും പ്രൊമോഷൻ പ്രൊമോഷൻ ഏതൊക്കെ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് മാർക്കറ്റ് പെനിട്രേഷൻ. എന്താണ് മാർക്കറ്റ് പെനിട്രേഷൻ? എ പ്രോഡക്റ്റ് ഹാവിംഗ് good market penetration is well known to the buyer. In that situation, middlemen are motivated to spend more on advertising. മാർക്കറ്റ് പെനിട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന ആളുകൾക്ക് പെനിട്രേഷനെ കുറിച്ച് നന്നായിട്ട് അറിവുണ്ടായിരിക്കും. മാത്രമല്ല ആ സാഹചര്യത്തിൽ ഇൻ്റർമീഡിയറീസ് അഥവാ മിഡിൽ മാൻസ് കൂടുതൽ അഡ്വർടൈസിങ്ങിന് എമൗണ്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ് സെയിൽസ്. ഇഫ് ദർ ഈസ് ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ഇനഫ്, ബട്ട് ഇഫ് ദ മാർക്കറ്റ് സെയിൽസ് ഈസ് ലാർജ് ദി പ്രൊമോഷണൽ ടൂൾ ഈസ് മെയിൻലി അഡ്വർടൈസിങ്. മാർക്കറ്റ് സെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് ബയേഴ്സ് ആണ് മാർക്കറ്റ്സിൽ ഉണ്ടെങ്കിൽ നേരിട്ടിട്ടുള്ള സെല്ലിങ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ് മാത്രമാണ് അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ മാർക്കറ്റിങ്ങിന് സെയിൽസ് കൂടുതലാണെങ്കിൽ അത്തരം കേസുകളിൽ പ്രൊമോഷണൽ ടൂൾസുകൾ നമ്മൾ കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബയേഴ്സ്. എക്സ്പീരിയൻസ്ഡ് ബയേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് need personal selling. The experience of buyers, the time available for purchase, influence of friends, retailers, etc. are the factors affecting promotion mix. Characteristics of buyers എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുകളുടെ എക്സ്പീരിയൻസ്ഡ് ആയ ബയേഴ്സിന് ഇൻഡിവിജ്വൽ സെല്ലിങ് അഥവാ പേഴ്സണൽ സെല്ലിങ്സ് ആവശ്യമാണ്. ഇവിടെ ബയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ബയേഴ്സിന് ലഭ്യമായ ടൈം, അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുടെ ഇൻഫ്ലുവൻസ്, പിന്നെന്താണ് റീറ്റെയിലേഴ്സ് തുടങ്ങിയവ പ്രൊമോഷണൽ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളായിട്ടാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. ഇഫ് ദ പ്രോഡക്ട്സ് ആർ ഡയറക്ട്ലി സോൾഡ് ബൈ ദ മാനുഫാക്ചറർ, പേഴ്സണൽ സെല്ലിംഗ് ഈസ് ദി ടൂൾ ഓഫ് പ്രൊമോഷൻ. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സുകൾ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പേഴ്സണൽ സെല്ലിംഗ് ആണ് പ്രൊമോഷണൽ ടൂൾസായിട്ട് ഉപയോഗിക്കുക. ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഡക്ട്സുകൾ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ അത്തരം കേസുകളിൽ എന്താണ് പേഴ്സണൽ സെല്ലിങ്സ് ആണ് പ്രൊമോഷണൽ ടൂൾസായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൈസിംഗ് സ്ട്രാറ്റജി. Pricing influence promotion strategy. If the brand is priced higher than the competitor price, personal selling is used. If the price is comparatively low, only little promotion is needed. If the middlemen are allowed higher profit margin, sales promotion at the dealer level is important. Pricing strategy എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിങ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡിന് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിനേക്കാൾ ഉയർന്ന പ്രൈസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ സെല്ലിങ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. താരതമ്യേന പ്രൈസ് കുറവാണെങ്കിൽ ചെറിയ പ്രൊമോഷൻ
മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ. മിഡിൽ മാനിന് ഹയർ പ്രോഫിറ്റ് മാർജിൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഡീലേഴ്സ് ലെവൽസിൽ സെയിൽസിൻ്റെ പ്രൊമോഷൻസ് അഥവാ സെയിൽസ് പ്രൊമോഷൻസ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ. ദ കോസ്റ്റ് ഓഫ് ദ മീഡിയ ഓഫ് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് ദി പ്രൊമോഷണൽ മിക്സ്. കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊമോഷണൽ മിക്സ് ഡിസൈഡ് ചെയ്യുമ്പോൾ അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകളുടെ മീഡിയാസിൻ്റെയും പ്രൈസും കൂടി കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഇഫ് ദ ഫണ്ട് ആർ ആഡിക്വേറ്റ് ദി ഫേം ക്യാൻ സ്പെൻഡ് മോർ ഫോർ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, ബട്ട് സ്മാൾ ഫേം വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ പേഴ്സണൽ സെല്ലിംഗ്. അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ടുകൾ ആഡിക്വേറ്റ് ആണെങ്കിൽ അഡ്വർടൈസിങ്ങിനും സെയിൽസ് പ്രൊമോഷൻസിനുമായിട്ട് കമ്പനിക്ക് കൂടുതൽ എമൗണ്ട് ചെലവഴിക്കാൻ സാധിക്കും. എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾക്കുള്ള സ്മാൾ ഫേംസുകൾക്ക് പേഴ്സണൽ സെല്ലിങ്സിനെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഡിക്വേറ്റ് ആയുള്ള ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അഡ്വർടൈസിങ്ങിനും സെയിൽസ് പ്രൊമോഷൻസിനും കമ്പനിക്ക് കൂടുതലായിട്ട് എമൗണ്ട് ചെലവഴിക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസുകളുള്ള സ്മോൾ ബിസിനസ് ഫേംസുകളാണെങ്കിൽ അത്തരം കേസുകൾ കൂടുതലായിട്ടും അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ കൂടുതലായിട്ടും ആരെയായിരിക്കും? പേഴ്സണൽ സെല്ലിങ്സിനെ ആയിരിക്കും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സുകളാണ് നമ്മുടെ പ്രൊമോഷൻ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടേഴ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 10 ഫാക്ടേഴ്സുകളാണ്. 10 ഫാക്ടേഴ്സുകളും പഠിച്ചു വയ്ക്കുക. കാരണം എക്സാമിനേഷൻസിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മറക്കണ്ട, ഈ 10 ഫാക്ടേഴ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിരുന്നു. പ്രോഡക്റ്റ് മിക്സ്, അതുപോലെ തന്നെ പ്രൈസ് മിക്സ്, ഇനി അടുത്താണ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിൻ്റെ നിരവധി എലമെൻസുകൾ, ഓൺലി 6 എലമെൻ്റ് ആണ് പ്രൊമോഷൻ മിക്സിനുള്ളത്. അതിലെ ഫസ്റ്റത്തെ 5 എലമെൻസുകളും അഥവാ ഫസ്റ്റത്തെ 5 ഘടകങ്ങളും നോൺ പേഴ്സണൽ പ്രൊമോഷൻ മിക്സാണ്. ഫസ്റ്റത്തെ 5 ഘടകങ്ങളും നോൺ പേഴ്സണലും ലാസ്റ്റത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് പേഴ്സണലുമാണെന്നാണ് പറയുന്നത്. അത് പേഴ്സണൽ സെല്ലിങ്സ് ആണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് 6 കാറ്റഗറി ആണുള്ളത്. 1 അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, പേഴ്സണൽ സെല്ലിങ്. ഇതിലെ ഫസ്റ്റത്തെ 5 എണ്ണം അഥവാ അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്, ഈ 5 കാറ്റഗറിയും നോൺ പേഴ്സണൽ ഗ്രൂപ്പിൽ വരുന്നതും പേഴ്സണൽ സെല്ലിങ് പേഴ്സണൽ ഗ്രൂപ്പിൽ വരുന്നതുമാണ്. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. നോൺ പേഴ്സണലും പേഴ്സണലും. അപ്പോൾ നോൺ പേഴ്സണലിൽ അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ്. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് ഓർ ഇൻഡിവിജ്വൽ സെല്ലിംഗ്. അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഇറ്റ് ഈസ് ദ പേഴ്സണൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ നോൺ പേഴ്സണൽ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ്. വാട്ട് ആർ ദ നോൺ പേഴ്സണൽ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് ചോദിക്കും. അപ്പോൾ ഈ 5 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനീ പറഞ്ഞ 6 കാറ്റഗറിയുമാണ് ഇനി നമുക്ക് വരും വീഡിയോസുകളിൽ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറയുന്ന ഓരോ എലമെൻസുകളും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ മുതലുള്ള വീഡിയോസുകളിൽ നമ്മൾ ഓരോ എലമെൻറ്റും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണിത്. അപ്പോൾ നന്നായിട്ടത് കവറപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.